ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹുഡു എന്ന് പറഞ്ഞൊരു ചെറിയൊരു മൂവി, ആ സിനിമയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റർ കണ്ടു, അതുപോലെ തന്നെ മലയക്കോട്ടെ വാലിബൻ കണ്ടു. പിന്നെ പുതിയൊരു പിന്നെ എന്താ പറയുക, നെറ്റ്ഫ്ലിക്സ് വഴി പുതിയൊരു കൊറിയൻ മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്, ബാഡ് ലാൻഡ് ഹണ്ടേഴ്സ്. ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനൽ അവൈലബിൾ ആണ്, കണ്ടോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക്, അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ സിനിമ അയലാൻഡ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു സയൻസ് ഫിക്ഷൻ മൂവിയായിരുന്നു. ശിവകാർത്തികൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു. ഈ സൺനെക്സ്റ്റ് ആണ് ഈ സിനിമ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്ത ആഴ്ച തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ആഴ്ചയല്ല, അടുത്ത ദിവസങ്ങളിൽ തന്നെ, അതായത് കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ സൺനെക്സ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് ഈ സിനിമയുടെ ഒരു എക്സ്പെക്റ്റിംഗ് ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും 28-ാം ദിവസം, അതായത് തിയേറ്റർ റിലീസ് 28 ദിവസങ്ങൾക്ക് ശേഷം ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. പിണ്ടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സിനിമയുടെ തമിഴ് വേർഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തത് ജയ് മഹേന്ദ്ര എന്ന് പറഞ്ഞൊരു മലയാളം സീരീസാണ്. സൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. സോണി ലീവ് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് ഈ ഒരു സീരീസ് സോണി ലീവ് വഴി ഈ ഒരു മലയാള സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ 3 സിനിമകളുടെ പുതിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്. ഫൈറ്റ് ക്ലബ്ബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ പിന്നെ ലോകേഷ് കനകരാജ് നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു. ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. കർമ്മ കോളിംഗ് എന്നാണ് സീരീസിൻ്റെ പേര്. ഒരു ഡ്രാമ വിഭാഗത്തിലുള്ള ഒരു ഹിന്ദി സീരീസാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഞാനിത് കാണാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. വിധി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ട്രങ്ക് ലോക്ക്ഡ് ഇൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും അതുകൂടാതെ ഇപ്പോൾ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി എന്തായാലും ഇന്നിപ്പോൾ ഞായറാഴ്ചയായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റ് സിനിമകളുടെയും സീരീസുകളുടെയും കംപ്ലീറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഇന്ന് രാത്രി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കർമ്മ കോളിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു സീരീസിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.